അപ്പോൾ ഗായ്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ നേരത്തെ 2 വീഡിയോസിലും ഇതുപോലെ ഇതിൻ്റെ വർക്ക് മൊത്തം പാഷൻ പ്ലസിൻ്റെ ഫുൾ റിന്യൂവലായിട്ടുള്ള ഫുൾ വർക്ക് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വണ്ടി മൊത്തം സെറ്റായി റെഡി ആയിട്ടുണ്ട് കേട്ടോ. വണ്ടി ഉണ്ടോ ഫുള്ളായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും നമുക്കിനി ബാക്കിയുള്ളത് പറഞ്ഞാൽ RTOൻ്റെ ചെക്കപ്പ്, RTOൻ്റെ ഒരു ചെക്കപ്പും കൂടിയേ ബാക്കിയുള്ളൂ. RTOൻ്റെ ടെസ്റ്റ് ചെയ്യുന്ന സെൻറ്ററിൽ പോയിട്ടുള്ള ചെക്കപ്പും കൂടിയേ ബാക്കിയുള്ളൂ. ബാക്കിയുള്ള റിന്യൂവലൊക്കെ ഓക്കെ ആയിട്ടുണ്ട്. റിന്യൂവൽ എന്തായാലും ഓൺലൈൻ വഴി ചെയ്യുന്നത് ഞാൻ എന്തായാലും വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. ഓൺലൈൻ ചെയ്യുന്ന വീഡിയോ എന്തായാലും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും കൂടി കഴിഞ്ഞാൽ നമുക്ക് എല്ലാം സെറ്റാണ്. വണ്ടി മൊത്തം പെയിലും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം. ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് വിടാം. ഗൈസ്, അപ്പോൾ നമ്മുടെ വണ്ടി ഒക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ വർക്ക്ഷോപ്പിന് ഇതാ നമ്മുടെ വർക്ക് ചെയ്യുന്ന വർക്ക്ഷോപ്പാണ്. എന്താ എക്സിക്യൂട്ടീവ് കാർ ക്ലിനിക്കാണ് വർക്ക്ഷോപ്പ്. അപ്പോൾ വർക്ക്ഷോപ്പിൽ വണ്ടിയൊക്കെ റെഡി ആയിട്ട് നമ്മൾ RTO ചെക്കപ്പിനായിട്ട് പോകാൻ വേണ്ടി റെഡി ആയിട്ട് അതിൻ്റെ പേപ്പറും എല്ലാം റെഡി ആയിട്ടുണ്ട്. പേപ്പറൊക്കെ നമ്മൾ കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. വണ്ടി മൊത്തം റെഡി ആയിട്ടുണ്ട്, സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി വണ്ടി RTOൻ്റെ ചെക്കപ്പിനായിട്ട് നേരെ അവൻ പഴയ റോഡിലേക്ക് കൊണ്ടുപോകാം. അപ്പോൾ നമുക്ക് നേരെ ഇനി അങ്ങോട്ടേക്ക് വിടാം. ഈ റോഡിലാണ് ഇത് നടക്കുന്നത്. ഈ റോഡിലാണ് നമ്മൾ ടെസ്റ്റ് നടക്കുന്നത്. പഴയ റോഡാണിത്. ഇത് ഇരിട്ടി മട്ടന്നൂരേക്ക് പോകുന്ന റോഡാണിത്. മട്ടന്നൂരേക്കുള്ള റോഡാണിത്. റോഡിൻ്റെ ഓപ്പോസിറ്റ് ഇതാ ഇരിട്ടി റോഡിന് ഒരു ഓപ്പോസിറ്റ് നമ്മൾ പഴയ റോഡ്. പഴയ ഈ റോഡിലാണ് ടെസ്റ്റ് നടക്കുന്നത്. ഇപ്പോൾ രാവിലെ തന്നെയാണ്. ഇപ്പോൾ വണ്ടികളൊന്നും എത്തിയിട്ടില്ല. രാവിലെ ഞാൻ നേരത്തെ എത്തിയിട്ടുണ്ട്. 9:30 ടൈമിലാണ് RTO ചെക്കപ്പിനൊക്കെ വരുന്നത്. അപ്പോൾ നമ്മൾ വണ്ടി അവിടെ പാർക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ പേപ്പർ എടുക്കാൻ വേണ്ടി രണ്ടാമത് പോയി വരുന്ന സമയത്ത് വണ്ടി ഫുള്ള് തിരക്കായി. ഇപ്പോൾ ഭയങ്കര ക്യൂവിലാണ്. അപ്പോൾ ഇനി ഇതെല്ലാം കഴിഞ്ഞ് ഈ വണ്ടിയൊക്കെ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമ്മളെ വണ്ടി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിനി വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ RTO നമ്മളെ ചെക്ക് ചെയ്യുന്ന സ്ഥലം. കണ്ട വണ്ടി ചെക്ക് ചെയ്യുന്ന സ്ഥലം അതാണ്. അപ്പോൾ നമുക്ക് നേരിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ കുറച്ച് മാറി നിന്നിട്ട് ഇത് ചെയ്യാനാണ്. വേണ്ട RTO ചെക്ക് ചെയ്യണം, നമ്മളെ ഫിറ്റ്നസ്സൊക്കെ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ എന്തായാലും കഴിഞ്ഞു. നമ്മളെ ഫിറ്റ്നസ്, നമ്മളെ റിന്യൂവലിൻ്റെ ഇത് കഴിഞ്ഞു. ടെസ്റ്റ് ഓക്കെ ആയിട്ടുണ്ട്, പാസ്സായിട്ടുണ്ട്. അപ്പോൾ RTO ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പോൾ അവരെന്തെങ്കിലും ഇഷ്യൂ ഉള്ള കാരണം എടുക്കാൻ പറ്റില്ല. അപ്പം ജസ്റ്റ് ഞാൻ റോഡിൻ്റെ ഇപ്പുറത്തേക്ക് മാറി നിന്നിട്ടാണ് എടുക്കുന്നത് വീഡിയോ. അപ്പോൾ ഗൈസ്, ചെറിയൊരു പണി കിട്ടി. ചെറിയ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ RTO ചെക്കപ്പിന് വന്നതിന് ശേഷം നമുക്ക് കുറച്ച് മുമ്പ് വെയിറ്റ് കണ്ടല്ലോ, വണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വന്നു. വെയിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ടാക്സ് അടിച്ച പേപ്പർ എടുക്കാൻ മറന്നു. ടാക്സൊക്കെ ഓൾറെഡി അടച്ചായിരുന്നു. അപ്പോൾ അത് വന്നപ്പോൾ ഈ ഫുള്ള് തിരക്കായി. ഞാൻ കുറച്ച് മുമ്പ് കാണിച്ചല്ലോ, ആ തിരക്കിലായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് റിന്യൂവൽ കിട്ടി. റിന്യൂവൽ മെയിനായിട്ട് അവർ ചേസ് നമ്പർ, എഞ്ചിൻ നമ്പർ, വണ്ടിയുടെ പെയിൻറ്റിങ് എല്ലാം നോക്കും. കറക്റ്റ് ലൈറ്റ് ഹോൺ എല്ലാം വർക്കിംഗ് എല്ലാം കറക്റ്റ് നോക്കും. വണ്ടി സ്റ്റാർട്ടിങ് ഹോണ് എല്ലാം നോക്കും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇത് കിട്ടി, റിന്യൂവൽ കിട്ടി. പക്ഷേ വേറൊരു ഇത് പറഞ്ഞു കഴിഞ്ഞാൽ മാർച്ച് മാസത്തോടുകൂടി ചാർജൊക്കെ കൂടിയായിരുന്നു. റിന്യൂവലിൻ്റെ ചാർജ് കൂടിയിട്ട് ഇപ്പോൾ 1000 രൂപയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ മാർച്ച് തീരുന്നതിന് മുമ്പായിരുന്നു ടാക്സ് റിന്യൂവലൊക്കെ അടച്ചു കഴിഞ്ഞു. പക്ഷേ അപ്പോൾ ഞാൻ 300 ചില്ലറ രൂപയൊക്കെയായിരുന്നു അടച്ചത്. അപ്പോൾ എൻ്റെ വണ്ടി കാണിക്കുന്ന സമയത്ത്, വണ്ടി ഏത് സമയത്താണ് കാണിക്കണം ആ സമയത്തുള്ള ചാർജ് അടക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ RTO ഓഫീസിൽ പോയിട്ടുള്ള നല്ലൊരു അനുഭവം ഉണ്ട്. നല്ലൊരു അനുഭവം എന്ന് പറഞ്ഞാൽ ആ വീഡിയോയിലൊക്കെ കാണിച്ചു തരാം. എന്തായാലും അടുത്തൊരു വീഡിയോ അതിനെപ്പറ്റി ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് റിന്യൂവൽ ഓൺലൈനായിട്ട് ചെയ്യുന്നൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും സിമ്പിളായിട്ട് തന്നെ ചെയ്യാൻ പറ്റും. വെറുതെ ഡ്രൈവിംഗ് സ്കൂളുകാർക്ക് അല്ലെങ്കിൽ ഏജൻറ്റുമാർക്ക് കൊണ്ടുപോയിട്ട് അവിടെ കാശ് കൊടുത്ത് വെറുതെ കളയണ്ട. നമുക്ക് ജസ്റ്റ് ഒന്ന് ഓൺലൈനിൽ ചെയ്യാൻ അപ്ലിക്കേഷൻ ജസ്റ്റ് ഇംഗ്ലീഷ് വായിക്കാനൊക്കെ അറിഞ്ഞാൽ മതി. ജസ്റ്റ് ഓൺലൈൻ അപ്ലിക്കേഷൻ ഫില്ല് ചെയ്യാൻ സിമ്പിളാണ്. ഞാൻ എന്തായാലും എൻ്റെ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്, സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോ എല്ലാവരും വാച്ച് ചെയ്തിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് കുറേ പൈസ നമുക്ക് വെറുതെ ഏജൻറ്റുമാർക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല, നമുക്ക് തന്നെ ചെയ്യാവുന്നതാണ്. പ്രത്യേകിച്ച് വലിയ ഇതൊന്നുമില്ല.
കുറച്ച് പ്രിൻ്റ് എടുക്കുക, അതിന് ശേഷം അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് പ്രിൻ്റ് എടുക്കുക, അപ്ലോഡ് ചെയ്യുക. അത് വേണേൽ നമുക്ക് ഇത് ഈ സേവന കേന്ദ്രയിൽ പോയിട്ട് ചെയ്യാവുന്നതാണ്. ഞാൻ അതുപോലെയാണ് ചെയ്തത്. പ്രിൻ്റ് എടുത്തിട്ട് അപ്ലോഡ് ചെയ്യണം, അത്രയും വേണ്ട. സൈൻ ചെയ്യുക, അതിന് ശേഷം അപ്ലോഡ് ചെയ്യുക. അപ്പോൾ നമ്മളിതാ ഇത് എൻ്റെ പുറകിൽ കാണുന്നില്ല മട്ടന്നൂർ റോഡാണ്. ഇത് തിരിച്ചിപ്പുറത്ത് ഇരിട്ടി റോഡ്. ഈ റോഡിൽ ആ പഴയ റോഡിലാണ് നമ്മൾ RTOൻ്റെ ചെക്കപ്പെല്ലാം നടക്കുന്നത്. അപ്പോൾ എന്തായാലും ഓൺലൈനായിട്ട് ചെയ്യുന്ന വീഡിയോ എന്തായാലും ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്നുകിൽ ഈ വീഡിയോയുടെ മുമ്പോ ഈ വീഡിയോയുടെ ശേഷം ആ വീഡിയോ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ചാനൽ ചെക്ക് ചെയ്തിട്ട് ആ വീഡിയോ കാണുക. ശേഷം ആവശ്യമുള്ളവർ റിന്യൂവലിൻ്റെ പ്രോസസ്സൊക്കെ അത് നോക്കി ചെയ്യാവുന്നതാണ്. ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഇതിന് മുമ്പ് നമ്മൾ വർക്ക്ഷോപ്പിൽ നേരത്തെ വർക്ക്ഷോപ്പ് വർക്ക് കഴിഞ്ഞ് നേരത്തെ വിട്ടു. പക്ഷേ ഇവിടെ എത്തിയപ്പോഴാണ് കുറച്ച് വെയിറ്റിംഗ് വേണ്ടി വന്നു. അടുത്ത പേപ്പർ വണ്ടി RTO വരാൻ വേണ്ടിയിട്ട് കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. നമ്മളായിരുന്നു ആദ്യം എത്തിയിരുന്നത്. പക്ഷേ ടാക്സിൻ്റെ പേപ്പർ ഇല്ലാത്തതുകൊണ്ട് ടാക്സിൻ്റെ പേപ്പർ ഉണ്ടായിരുന്നു. ടാക്സ് ഫീസ് അടച്ചതാണ്, പക്ഷേ ടാക്സിൻ്റെ പേപ്പർ പ്രിൻ്റ് എടുക്കാൻ മറന്നുപോയി. അതുകൊണ്ട് പോയി വരുമ്പോൾ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ കഴിഞ്ഞു. പെട്ടെന്നൊക്കെ കഴിഞ്ഞു. നമ്മുടെ വണ്ടി ഏകദേശം എല്ലാം ഓക്കെ ആയിരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് കഴിഞ്ഞു. കാര്യമായിട്ട് പ്രത്യേകിച്ച് വല്ല പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. അപ്പോൾ അത് ചെയ്തു കഴിഞ്ഞു. ഇനി 1 ടൈം സെസ് ഉണ്ടായിരുന്നു. അത് RTO ചെക്കപ്പ് കഴിഞ്ഞ ശേഷം അവിടെ ഓഫീസിൽ പോയിട്ട് 1 ടൈം സെസ് ഒരു 100 രൂപ ഉണ്ടായിരുന്നു. 1 ടൈം സെസ് ഒരു റിന്യൂവലിന് ഒരു സമയത്ത് ഒരു സെസ് ഉണ്ടാവും. അപ്പോൾ 100 രൂപ ഉണ്ടായിരുന്നു. അതും അവിടെ പോയി അടച്ചു, എല്ലാം ഓക്കെ ആയി. എന്തായാലും 2 ആഴ്ച കഴിയുമ്പോഴേക്ക് RC പോസ്റ്റ് വഴി വരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇതുപോലുള്ള വീഡിയോ വർക്ക്ഷോപ്പിലെ വീഡിയോ വരുന്നതായിരിക്കും. അപ്പോൾ നല്ലൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം. അപ്പോൾ ഇനിയും ഇതുപോലുള്ള വീഡിയോയുമായി നമുക്ക് കാണാം. ഞാൻ എൻ്റെ വണ്ടി സ്വന്തം ചെയ്യുന്നതായതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ റിന്യൂവൽ ചെയ്യുന്നത് എനിക്ക് ആഗ്രഹം ഉണ്ടായി. ഞാൻ ആദ്യമായിട്ടാണ് ചെയ്തത്. എനിക്ക് എക്സ്പീരിയൻസ് ഒന്നുമില്ല. ഞാൻ ഓൺലൈനിൽ ഇതുപോലെ യൂട്യൂബിലൊക്കെ വീഡിയോസൊക്കെ നോക്കിയിട്ടാണ് ചെയ്തത്. പക്ഷേ യൂട്യൂബിൽ വേറൊരു വീഡിയോസ് അങ്ങനെ കണ്ടില്ല. റിന്യൂവൽ ചെയ്തിട്ട് ഓൺലൈനിൽ ജസ്റ്റ് ആപ്ലിക്കേഷൻ പുതിയതായിട്ടൊന്നും വീഡിയോ ഇല്ല. പുതിയ ഫീസും കാര്യങ്ങളും 1 വർഷം മുമ്പുള്ള വീഡിയോ ഒക്കെയാണ് യൂട്യൂബിൽ കാണുന്നത്. അപ്പോൾ ഞാനൊരു പുതിയ വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അത് അങ്ങനെ ചെയ്തു. പുതുതായിട്ട് വരുന്നവർക്ക് ചെയ്തു. അപ്പോൾ ആപ്ലിക്കേഷൻ ചെയ്യുന്നതൊക്കെ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്താം. അപ്പോൾ എന്തായാലും ഇത്രയേരം വീഡിയോ വാച്ച് ചെയ്തതിന് നന്ദി. അപ്പം അടുത്തൊരു വീഡിയോയിൽ കാണാം. അടുത്തൊരു വീഡിയോയിൽ വർക്ക്ഷോപ്പിൽ വർക്ക് ചെയ്യുന്ന വീഡിയോസൊക്കെ ആയിരിക്കും ചിലപ്പം. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം. എല്ലാവർക്കും ഗുഡ് ബൈ.